എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് എന്താണ് പഴയപോലെ വ്ളോഗ്സ് ഇടാത്തത് എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ഞാൻ ഒട്ടും ഓക്കെ അല്ല. ലൈക്ക് ഹെൽത്ത് വൈസ് ആയാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും തീരെ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ റിക്വസ്റ്റ് തന്നെ എന്താ വീഡിയോസ് ഒന്നും ഇടാത്ത, സ്റ്റഡി വ്ളോഗ് ഇട്, എക്സാം അല്ല സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നെല്ലാം പറ്റും. പിന്നെ വേസ്റ്റ് എന്നാൽ പിന്നെ ഇടാം. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഫുൾ ഹോസ്പിറ്റലിൽ വീടാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നോട്ട് എഴുതാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് പോലെ എടുക്കാം. ഞാൻ ഇന്നൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിന് രാവിലെ. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ടു ഉച്ച വരെ ഉള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം. ഫുൾ ഡിസ്ട്രാക്റ്റഡ്, അൺപ്രൊഡക്റ്റീവ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂ വന്നു. SSLC ആണ്, ഫുൾ സ്ട്രെസ്, ഫുള്ള് പൊളിഞ്ഞെടുക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്നാൽ ഒരു പ്രൊഡക്റ്റീവ് ഈവനിങ് ആക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അനിയൻ്റെ ടേബിൾ അനിയന് കൊടുത്തൂടെ എന്നുള്ള കമൻറ്റ്സ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. രാവിലെ നേരത്തെ ഒരു 5 മണി ആ ടൈമിൽ ഞാനെടുക്കും. പിന്നെ ഒരു വൈകുന്നേരം ആ ടൈമിൽ എൻ്റെ അനിയൻ യൂസ് ആക്കും. പിന്നെ നൈറ്റ് ഞാൻ യൂസ് ആക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഞാൻ സ്റ്റഡി ടേബിൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടില്ല, അത് ഓർഡർ ചെയ്യണം. ഈ ഒരു ലാമ്പിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ വ്യൂ പ്രൊഡക്ട്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഭയങ്കര അഫോർഡബിളാണ് ഈ 2 സാധനങ്ങൾ. ഈ ക്ലോക്കിന് 256 സംതിങ് എന്തോ ഉള്ളൂ. ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. പക്ഷെ ഞാൻ ലിങ്ക് കിട്ടണമെങ്കിൽ കൊടുക്കും. ചായ കുടിക്കാനൊന്നും ഒരു മോഡും ഇല്ലേനു. പക്ഷേ അവിടെ ബിസ്ക്കറ്റ് കണ്ടുകൊണ്ട് ഞാൻ വിരിച്ചു വന്നാൽ കുറച്ച് ചായ കുടിച്ചമ്മ. ഇപ്പം സമയം 6:44 ആയിട്ടുണ്ട്. ഞാൻ അപ്പം വിചാരിച്ചപ്പോൾ ഞാൻ എന്തിനാ ക്ലോക്ക് വാങ്ങി. എനിക്ക് മാത്രമാണോ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചായ കുടിക്കുന്നുണ്ടെങ്കിൽ വരാൻ എനിക്ക് എന്തെങ്കിലും വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിട്ടുണ്ടാണ്. അപ്പം ഞാൻ അഫ്രേ എന്നുള്ള, എനിക്ക് കറക്റ്റ് നെയിം ഓർമ്മയില്ല, ഒരു താത്തൻ്റെ വീഡിയോ ഞാനിങ്ങനെ വെച്ചിട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ അതും കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത്. ചായ കുടിച്ചതിനേരാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ 2 ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം നോട്ട്സ് ഉണ്ടായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടായത് മാത്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മാത്സിൻ്റെ ഫുൾ നോട്ട്സ് ചെയ്താന്ന് വിചാരിച്ച പോലെ അല്ലേനും കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു എഴുതി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എനിക്ക് കുറേ റിക്വസ്റ്റ് ചെയ്യുന്നത് സ്റ്റഡി ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഫയർമാൻ ടെക്നിക്ക്. അതെന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു പോർഷൻ ഞാൻ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം അത് മനസ്സിലാവും. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ടീച്ചർ ആവാം, നമ്മൾ തന്നെ സ്റ്റുഡൻ്റ് ആവാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് അത് എനിക്ക് നല്ലോണം വർക്ക് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ എക്സാംസിന് ടഫായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ലൈക്ക് തിയറി സബ്ജക്റ്റിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ. നെക്സ്റ്റ് എന്താ വെച്ചാൽ പ്രയോറിറ്റി ടു എ ടഫ് വൺസ്. നമ്മൾ എപ്പോഴും വിചാരിക്കും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ഫസ്റ്റിലേ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടഫായിട്ടുള്ളത് ഫോക്കസ് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ നമ്മൾ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക അപ്പം അടുത്തത് ഇനി ടഫായിട്ടുള്ള പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ ടൈം ഉണ്ടാവോ, ടൈം തീരുമോ, ഇനി അത് പഠിക്കാൻ പറ്റുമോ, അത് കവർ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ തോട്ട്സ് ആയിരിക്കും നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കുക. ഡെയിലി ആ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റ് കുറച്ചുകൂടി ഈസി ആവുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഒരു 90% അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് കവർ ആയതിൻ്റെ റിലീഫിൽ നമുക്ക് ബാക്കി പഠിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2026 to 27 SSLC ബാച്ചിലാണെങ്കിൽ നമുക്കിപ്പോൾ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചല്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. ഇപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നില്ല. ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ടെക്സ്റ്റ് റെഫർ ചെയ്യുക, ടെക്സ്റ്റ് എന്നുള്ള പഠിക്കുക. നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റിലുള്ള പോയിന്റ് ഒന്നും മിസ് ചെയ്യാണ്ട് ഷോർട്ടാക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റിലുള്ളതെല്ലാം നല്ലോണം വായിച്ച് പഠിച്ച് ടെക്സ്റ്റ് നിന്ന് തന്നെ മാർക്ക് ചെയ്ത് അവിടെ പഠിത്തമല്ല അവിടെ നിന്ന് കണ്ട് റിവിഷൻ ടൈമിൽ നമുക്ക് ഷോർട്ട് നോട്ട് യൂസ്ഫുൾ ആണ്. ഒരിക്കലും നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നോട്ട് ഉണ്ടാക്കി പഠിക്കരുത്. അത് നമ്മളെ ബ്രെയിനിൽ അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം മറന്നു. ഇപ്പൊ ഒരു ഇതെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഷ്യലിൽ ഒരു ചാപ്റ്റർ പഠിക്കുക. ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ടെസ്റ്റ് പോലെ അല്ലെങ്കിൽ
റിവിഷൻ പോലെ ഒരു പേപ്പറിൽ നമ്മൾ ആ ചാപ്റ്ററിനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ അവിടെ ഒരു റിവിഷനാണ് നടക്കുന്നത്. അതേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ സെൽഫിനെ തന്നെ ഫോർ എൻ എക്സാം നമ്മളിപ്പോൾ ഒരു അങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന്. അപ്പോൾ അതേപോലെ നമ്മളൊരു 3-4 പ്രാവശ്യം എല്ലാം നമ്മൾ റിവൈസ് ചെയ്തതിനാൽ നമുക്ക് നല്ലോണം ഓർമ്മ ഉണ്ടാവും. എക്സാമിന്റെ തലേന്നാണ് ഈ റിവിഷൻ നോട്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കരുത്, പഠിച്ച് കഴിഞ്ഞിട്ട് റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കുക. അതിപ്പോൾ ചിലപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ എഴുതി പഠിക്കാനായിരിക്കും കൂടുതൽ മനസ്സിലാവുക, ചില ആൾക്കാർക്ക് വായിച്ച് പഠിക്കാനായിരിക്കും മനസ്സിലാവുക. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആ പേഴ്സൺ ആൻഡ് അവരുടെ ടൈമും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങളിപ്പോൾ ട്യൂഷന് പോകാത്ത പിള്ളേരാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വെയർ ടു സ്റ്റാർട്ട്. കാരണം സ്കൂളിൽ ചാപ്റ്റേഴ്സ് എടുത്ത് തുടങ്ങി, ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന പിള്ളേർക്കാണെങ്കിൽ അവിടെ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ഒക്കെ തുടങ്ങി. അപ്പം നമ്മളൊരു സ്റ്റക്കായി നിൽക്കുന്ന പൊസിഷനിലായിരിക്കും ഇപ്പം ഉണ്ടാവുക കുറച്ച് കുട്ടികൾക്ക്. അപ്പം ഞാനും എങ്ങനെയായിരുന്നു, അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളൊരു ആ സ്റ്റാർട്ടിങ് ട്രബിളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. വെക്കേഷൻ കഴിഞ്ഞ പാടാണ്, ഒരു വീക്ക് കഴിഞ്ഞു, അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ പേടിപ്പിക്കും നമ്മളെ SSLC എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാം. നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു മാത്സിന്റെ സോഷ്യലിന്റെ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ആയിട്ട് ബുക്ക് തുറന്നിട്ട് ഇന്ന് മുതൽ പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കഴിയില്ല. നമ്മളതിന് ഫസ്റ്റ് നമ്മളെ മൈൻഡ് പ്രിപ്പയർ ആണ്. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മൾ ഇത്ര പഠിക്കും, ഒരു ചാപ്റ്റർ ഒന്നും ഫുള്ള് പഠിക്കൊന്നും വേണ്ട, ഒരു പകുതിയെങ്കിലും കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കേൾക്കാം, അല്ലെങ്കിൽ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ബാച്ചിലെ ക്ലാസ് കേൾക്കാം, ട്യൂഷന് പോയ പിള്ളേരാണെങ്കിൽ ട്യൂഷന് പോയതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അങ്ങനെ എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ലൈക്ക് നിങ്ങളിപ്പോൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നോട്ട് ഡൗൺ ചെയ്യാം. അത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും ഫോൺ മാക്സിമം ഒഴിവാക്കുക. അപ്പം ഞാനിപ്പോൾ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ ഈ ക്ലോക്ക് വാങ്ങിയത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ഞാൻ ഫോണ് ടൈം നോക്കാൻ വേണ്ടി എടുക്കും, പക്ഷെ ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിലേക്കോ യൂട്യൂബിലേക്കോ പോകും. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ലോക്ക് വാങ്ങിയത് കുറച്ച് നല്ല ഉപകാരമായി, കാരണം ഇതിലത്തെ ടൈമർ വെക്കാനും പറ്റും. പിന്നുള്ള എന്താ വെച്ചാൽ നമ്മളെ സ്പേസ് കുറച്ചുകൂടെ ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ച് ഒരു പ്ലാനറൊക്കെ നമ്മൾ ഉണ്ടാക്കി അതിലിപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഇത്ര തീർക്കും എന്നുള്ളൊരു ഗോൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടീസ് ബേസിക്സ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കും ഇതെന്താ 10ലെത്തിയിട്ട് പിന്നെയും നമ്മൾ ബേസിക് പഠിക്കാൻ നിന്നാലും. പക്ഷേ നമുക്ക് ഒരു സബ്ജക്റ്റ് ടഫാണത് അതിൻ്റെ അർത്ഥം നമുക്ക് ആ ചാപ്റ്റർ മനസ്സിലായില്ല, അല്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ ബേസ് ഇല്ല എന്നാ. ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ ബേസ് നന്നായിട്ട് അറിയെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റും നല്ലോണം പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ബേസിൻ്റെ ക്ലാസ് കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാനും ചെയ്യല്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റഡി ടിപ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടിപ്സൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. അത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആക്കിയത്, 8 മിനിറ്റ് 9 മിനിറ്റ് ആക്കിയത്. വീഡിയോൻ്റെ ലെങ്ത് എന്താ കൂട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വെച്ചാൽ ലെങ്ത് കൂട്ടിക്കാനോ ഇത്രയും നേരം എല്ലാ ആൾക്കാർ കാണുമോ എന്നുള്ള ആ ഒരു മൈൻഡ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കെല്ലാം ലെങ്ത്തുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് അറിയാം. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് അടുത്ത വീഡിയോ കാണാം.